ഹായ്, നമുക്കിന്ന് പാൽപ്പൊടി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ പാടുള്ള സംഭവമൊന്നുമല്ല, നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല കട്ടിയുള്ള പാലാണ്. ഇതിലോട്ട് നമ്മൾ ഇനി വെള്ളമൊന്നും ചേർക്കരുത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ആദ്യം തീ ഞാൻ ഹൈയിലാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള പാത്രം എടുത്താലും പാല് പൊങ്ങി വരുമ്പോൾ തിളച്ചൊന്നും തൂകില്ല. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അടിയിലൊന്നും പിടിച്ചു വരില്ല. ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വറ്റി വരുമ്പോൾ നമുക്ക് തീ സിമ്മിലോട്ട് ഇട്ട് കൊടുക്കുക. കാരണം തീ ഇനി മീഡിയത്തിലിട്ടാലും പെട്ടെന്ന് കരിഞ്ഞു തുടങ്ങും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ പേടയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വറ്റിച്ചെടുക്കില്ല, അതുപോലെ നമ്മൾ വറ്റിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ ചെറുതായിട്ട് പിച്ചി പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇവിടെ നല്ല ചൂടാണ്, അപ്പോൾ ഒരു ദിവസം മതി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ കുറച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ഒട്ടും തരി കാണാതെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാൻ നോക്കുക. വേണമെങ്കിൽ ഇത് ഒന്ന് അരിപ്പയിലിട്ടിട്ട് അരിച്ചുകൂടി എടുക്കാം. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തില്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ട കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് കുറച്ച് അരിപ്പയിൽ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് പൗഡർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇളം ചൂട് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് പാൽപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, അപ്പോൾ പാല് തയ്യാറായി. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ നല്ല ശുദ്ധമായിട്ടുള്ള പാൽപ്പൊടി വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.